ഇന്നത്തെ തിരിച്ചടികളൊക്കെ മാറി അടുത്ത വർഷം ഡിസംബറിന് മുമ്പ് ഓഹരി വിപണി സൂചികയായ സെൻസെക്സ് 1,07,000-ലെത്തിയാൽ അത്ഭുതപ്പെടേണ്ട. പറയുന്നത് മോർഗൻ ആൻഡ് സ്റ്റാൻലി. അടുത്ത വർഷം ഇന്ത്യൻ ഓഹരി വിപണി ആവേശം തിരിച്ചുപിടിക്കും. ഓഹരികളിൽ ന്യായമായ തിരുത്തൽ നടന്നു കഴിഞ്ഞതായും റിപ്പോർട്ട്. ഒന്നാം നമ്പർ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി വില സർവകാല റെക്കോർഡിൽ 976 രൂപ 80 പൈസ എന്ന ഉയരം തൊട്ടപ്പോൾ ബാങ്കിന്റെ വിപണി മൂല്യം 9 ലക്ഷം കോടി രൂപയിൽ. കഴിഞ്ഞ 6 മാസത്തിനിടെ ഓഹരി വില ഉയർന്നത് 23%. ലോകത്തെ തന്നെ മുൻനിര ബാങ്കായി SBIയെ മാറ്റിയെടുക്കാൻ വ്യക്തമായ ശ്രമം തുടരുന്നത് പ്രധാന കാരണം. ചൈന തള്ളിയ 996 മോഡൽ ജോലി സമയം ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് ഇൻഫോസിസ് സഹസ്ഥാപകൻ NR നാരായണമൂർത്തി. രാവിലെ 9 മുതൽ രാത്രി 9 വരെ, ആഴ്ചയിൽ 6 ദിവസം. രാജ്യത്തിനായി യുവാക്കൾ കഠിനാധ്വാനം ചെയ്യേണ്ട സന്ദർഭമാണിതെന്ന് അദ്ദേഹം വാദിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നേരിടുന്നത് കടുത്ത വിമർശനം. നവി മുംബൈ വിമാനത്താവളത്തിന്റെ വാണിജ്യ പ്രവർത്തനത്തിന് ഡിസംബർ 25-ന് തുടക്കം. ബംഗളൂരുവിൽ നിന്ന് രാവിലെ 8-ന് ആദ്യ ഇൻഡിഗോ വിമാനം പുതിയ വിമാനത്താവളത്തിൽ ഇറങ്ങും. ആദ്യ മാസം രാവിലെ 8 മുതൽ രാത്രി 8 വരെയാകും പ്രവർത്തനം. ബിറ്റ്കോയിൻ അടക്കം ക്രിപ്റ്റോ കറൻസികൾ വലിയ തകർച്ചയിൽ. ബിറ്റ്കോയിൻ മൂല്യം ഇപ്പോൾ $1.25 ലക്ഷം നിന്ന് $91,000. ഒരു മാസത്തിനിടയിൽ വിറ്റുമാറിയത് 8 ലക്ഷത്തിലേറെ ബിറ്റ്കോയിനുകൾ. ഈ വീഴ്ച വാങ്ങാനുള്ള അവസരമായി കാണരുതെന്ന് വിദഗ്ധർ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.